വബറകാതുഹു. كبوت اتخذت بيتا كمثل العنكبوت اتخذت بيتا അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലികളാകുന്നു. അതൊരു വീടുണ്ടാക്കി. വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ടുകാരുടെ വീട് തന്നെയാണ്. അവർ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിന് പുറമെ മറ്റു ഇലാഹുകളെ സ്വീകരിച്ചു പോരുന്നവരുടെ നിലനിൽപ്പ് എട്ടുകാലി വലകളെ പോൽ അത്രയും ദുർബലമാണ് എന്നതാണ് ഇതിന്റെ പൊരുൾ. ശാസ്ത്രം കണ്ടുപിടിച്ചൊരു വസ്തുതയാണ് എട്ടുകാലുകൾക്ക് എല്ലുകൾ ഇല്ല എന്നുള്ളത്. അവരുടെ ശരീരം വളരെ ദുർബലമാണ്. എന്നാൽ 1500 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അള്ളാഹു എട്ടുകാലുകളുടെ ഈ ദുർബലത ഖുർആനിലൂടെ സ്പഷ്ടമായി പറഞ്ഞു തന്നു. നോക്കൂ, അള്ളാഹു ഇണകളായി സൃഷ്ടിച്ച എല്ലാ ജീവികളിലും ആൺവർഗത്തിനാണ് പെൺവർഗത്തിനേക്കാൾ ശക്തിയും വലുപ്പവും കൂടുതൽ. എന്നാൽ എട്ടുകാലുകളുടെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ്. ഖുർആനിൽ എട്ടുകാലി വല നെയ്യുന്നതിന് ഇത്തഹദ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് പുല്ലിംഗമാണ്. മറിച്ച് ഇത്തഹദാത്ത് എന്ന സ്ത്രീലിംഗ പദമാണ് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചത്. ഈയിടെ ശാസ്ത്രം കണ്ടുപിടിച്ചതും പെണ്ണെട്ടുകാലികളാണ് വല നെയ്യുന്നത് എന്നാണ്. മാത്രമല്ല, എട്ടുകാലികൾ ഓരോ രാത്രിയും അതിൻ്റെ വല മാറ്റി നെയ്യുന്നു. ഓരോ ഇര പിടിക്കുമ്പോഴും അതിൻ്റെ വല നശിച്ചു പോകുന്നു. ഇതതിൻ്റെ ദുർബലതയെ ചൂണ്ടിക്കാണിക്കുന്നു. എട്ടുകാലികൾ ഇണ ചേരുമ്പോൾ അതിൻ്റെ ഇണയെ കൊന്നു ഭക്ഷണമാക്കുന്നു. പെൺചിലന്തികൾ പുതിയ കുഞ്ഞു ചിലന്തികൾക്ക് ജന്മം നൽകുമ്പോൾ അതിൻ്റെ ഭക്ഷണമായി മാറുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു എട്ടുകാലിയുടെ ആയുസ് എത്രമാത്രമാണെന്ന്. എട്ടുകാലി വല ചൂടോ തണുപ്പോ കാറ്റോ മഴയോ ഒന്നും തന്നെ തടയാൻ പര്യാപ്തമല്ല. ഇതുപോലെ തന്നെയാണ് അള്ളാഹു അല്ലാത്തവരെ റബ്ബായി സ്വീകരിച്ചവരുടെ കാര്യവും. അവരുടെ പ്രാർത്ഥനയും കർമ്മങ്ങളും എല്ലാം നിഷ്ഫലം തന്നെ. യഥാർത്ഥ ഇലാഹല്ലാത്തവർക്ക് സ്വയം നിലനിൽപ്പ് പോലുമില്ല. സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. പിന്നെ എങ്ങനെ അവർ മറ്റുള്ളവരുടെ രക്ഷാധികാരിയാവും? അവർ എട്ടുകാലി വലകളെ പോൽ ദുർബലരല്ലേ? അവരെ ആശ്രയിച്ചു കഴിയുന്ന മനുഷ്യരുടെ കർമ്മങ്ങൾ നിഷ്ഫലം തന്നെ. So we are blessed that we could believe the oneness of Allah. അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിച്ച് തൗഹീദിൽ ജീവിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഒരു മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹവും കാരുണ്യവും. അങ്ങനെ നമ്മെ അള്ളാഹു തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ പര്യവസാനം? തൗഹീദ് കാത്തു സൂക്ഷിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യുമാറട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.